പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. ഈ വീടിനും ഈ വീട്ടിലുള്ളവർക്കും എന്തോ ദോഷമുണ്ടെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ബാധോപദ്രവമുള്ള വീടാണെന്ന് എനിക്കും അറിയാവുന്നതാണല്ലോ. ഇവിടുന്ന് കല്യാണം കഴിക്കുന്നവരെ സൂക്ഷിച്ചു വേണമെന്ന് പറയുന്നവരുണ്ട്. ഞാനല്ലേ ആള് അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ആരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും നമ്മൾ നിശ്ചയിച്ച കല്യാണം നടക്കും. ഞാൻ നടത്തും. എന്റെ മോനെ, നിനക്ക് തന്റെ ഇടമുണ്ട്. ഒരാണിന് വേണ്ട ഏറ്റവും വലിയ ഗുണം തന്റെ ഇടവാ. നിത്യമായിട്ടുള്ള കല്യാണം നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഈ വീടിനെ കുറിച്ച് കുറ്റം പറയുന്നവർ വായടപ്പിക്കാൻ അതേ ഉള്ളൂ വഴി. എത്രയും പെട്ടെന്ന് അത് നടത്തണം. എന്ന് നടത്താനും ഞാൻ തയ്യാറാ. കല്യാണം ആയതുകൊണ്ട് ഇടിപിടി നടത്താൻ പറ്റത്തില്ല. പറ്റും. ദേവികയുടെ അങ്ങനെയല്ലേ നടത്താൻ പോയത്. അവളുടെ നടത്താമെങ്കിൽ പിന്നെ നിത്യയുടെയും നടത്താം. കുറച്ച് സാവകാശം വേണം. എടാ മനോഹര, നിന്റെ ഒരു കുഴപ്പം എന്താണെന്നറിയാവോ? സ്വന്തം മകളായ നിത്യയല്ല, മരുമകളായ ദേവികയാ നിനക്കിഷ്ടം. നിത്യയുടെ സ്ഥാനത്ത് ഇപ്പൊ ദേവികയുടെ കല്യാണത്തെക്കുറിച്ച് അതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ ഒരു മുടക്കവും പറയത്തില്ലായിരുന്നല്ലോ. ഇഷ്ടപ്പെട്ടില്ല. ദേ ശരത്തുമോ വിഷമിക്കണ്ട, നമുക്കിത് എത്രയും വേഗം നടത്താം. തീരുമാനം എടുക്കാൻ വരട്ടെ. മുത്തശ്ശിയുടെ പേരിലുള്ള ആ സ്ഥലം പണയത്തിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കല്യാണത്തിന് സമ്മതിക്കും. അതിനെത്ര വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ നിത്യക്കുട്ടി? കല്യാണം കഴിഞ്ഞിട്ടായാലും നമുക്കത് ചെയ്യാലോ. അത് നടക്കത്തില്ല ശരത്തേട്ടാ, ഞാൻ അതിന് സമ്മതിക്കില്ല. നമ്മൾ നേരത്തെ എന്താ തീരുമാനിച്ചിരുന്നേ? സ്ഥലം ശരത്തേട്ടൻ കടം തീർത്ത് റെഡിയാക്കുന്നു. അതിന്റെ പിറ്റേന്ന് മുത്തശ്ശി ശരത്തേട്ടന്റെ പേരിൽ അത് എഴുതി തരും. ആ തീരുമാനം മാറ്റാനേ ഞാൻ സമ്മതിക്കില്ല. അത് നടത്താലോ. കാശും കൊണ്ട് വരാനാ അമ്മ പോയിരിക്കുന്നത്. അമ്മ എത്തിയാലുടൻ കാശടച്ച് പണയം വീണ്ടെടുക്കും. എങ്കിൽ അതിന്റെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമ്മുടെ കല്യാണം നടക്കും. എന്നാ ഒരുങ്ങിക്കോ കല്യാണത്തിന്. കടം എത്രയും പെട്ടെന്ന് തീർക്കുന്ന കാര്യം ഞാനേറ്റു. അവനെ ചൊണയുള്ളവനാ, വാക്കിന് വ്യവസ്ഥയുള്ളവനാ. അതുകൊണ്ട് ഈ കല്യാണം വേഗം നടക്കും. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നേ.